ഇന്ന് നമുക്കൊരു ഗോതമ്പ് ബിസ്ക്കറ്റ് പരിചയപ്പെടാം. സാധാരണ ബിസ്ക്കറ്റ് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ആണിത്. ഈ ബിസ്ക്കറ്റ് നമുക്ക് ചട്നിയിൽ മുക്കിയൊക്കെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഗോതമ്പ് ബിസ്ക്കറ്റ് തയ്യാറാക്കുക എന്നറിയണ്ടേ? നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു അതിഥി രചന. ഇത് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ്, 1/2 കപ്പ് സൂചി റവ, 1 ടീസ്പൂൺ അയമോദകം, ഉപ്പ്, മെൽറ്റാക്കിയ നെയ്യ് എന്നിവയാണ് ആവശ്യമുള്ളത്. ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റവയും അയമോദകവും ഉപ്പും ചേർത്ത് ഒന്നിളക്കുക. എന്നിട്ട് നെയ്യ് കൂടെ ചേർത്ത് നന്നായി കുഴച്ചു തുടങ്ങാം. ഇത് നന്നായി ഉരുട്ടിയെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി കുഴച്ചു വെക്കണം. കുഴച്ചിട്ടുണ്ട്. ഇനി അല്പം എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് സോഫ്റ്റായി കുഴച്ചു വെക്കാം. ഇതിനി ഒരു 10 മിനിറ്റ് സെറ്റ് ആകാനായിട്ട് വെക്കണം. 10 മിനിറ്റിന് ശേഷം ഇതെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഒരു കുക്കിയുടെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ എടുക്കണം. അതിനുശേഷം ഇതൊരു തവയിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്യാം. ഒരു 4-5 മിനിറ്റ് 2 സൈഡും മറിച്ച് റോസ്റ്റ് ചെയ്യണം. അതിനുശേഷം നേരെ ഇത് തീയിലേക്ക് വെച്ച് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് പൊള്ളിക്കുക. അകവും പുറവും ഒരുപോലെ ക്രിസ്പി ആകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അവൻ യൂസ് ചെയ്താലും മതിയാകും. നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഗോതമ്പ് ബിസ്ക്കറ്റ് ഇവിടെ തയ്യാറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നി കൂട്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഇത് കഴിക്കാം. ഈ ഒരു സ്പെഷ്യൽ ബിസ്ക്കറ്റ് നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബിസ്ക്കറ്റ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.